ഹലോ ഹായ് ഡേസ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായി സ്വാഗതം. അല്ലേ സായിക്കുട്ടിക്ക് ഏകദേശം ഇനിയിപ്പോൾ പരീക്ഷ അല്ലേ, സ്കൂളൊക്കെ പൂട്ടാൻ പോണ സമയമാണ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് സായിക്കുട്ടി അല്ലേ അല്ലേ ഇനിയെങ്കിലും ചിരിക്കടാ. അല്ലെങ്കിൽ എല്ലാവരും കരുതും എനിക്ക് വിഷമമാണ് സ്കൂൾ പൂട്ടുന്നതിന്. എനിക്ക് സ്കൂൾ പൂട്ടുന്നതിന് വിഷമം എടാ സന്തോഷം. എന്താ പിന്നെ ചിരിച്ചുകൊണ്ട് വീഡിയോയിൽ നിൽക്ക് അങ്ങനെ. അപ്പം നമ്മൾ ഇന്നുമോള് ലീവിനൊക്കെ വന്ന് പോയി. മറ്റേ നമ്മളെ വീട്ടിലത്തെ നോമ്പ് തുറക്കൽ കഴിഞ്ഞു. പിന്നെ 2 ദിവസം ഞാൻ മടി പിടിച്ചിരുന്നു. ഇനി നമുക്ക് ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2-3-4 വീഡിയോയിൽ നമ്മൾ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ OTGൻ്റെ വിവരം പറയാനും OTGൻ്റെ വില പറയാനും OTGയിലെ കുക്കിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ OTGനെ കുറിച്ചിട്ടായിരിക്കും. OTGൻ്റെ റെസിപ്പി അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ചേർന്നിട്ട് നമുക്ക് ഇന്നത്തെ വിശേഷം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താ മറ്റേ ഊമകൾക്ക് ആയം കൊടുക്കണ ആളോ ഡബ്ല്യു ആണ്. അപ്പോൾ ശരി സായിക്കുട്ടിയെ എന്തിനാണ് ആ ചെക്കനെ പേടിപ്പിക്കണത് ചെയ്യേ? അവിടെ ഷിഫു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓന് ഷിഫുവിനെ പോയിട്ട് പേടിപ്പിക്കുക അതാണ് പരിപാടി. ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടിനെ എന്തിനാണ് അതിനെ പേടിപ്പിക്കണത്? സായിക്കുട്ടിയെ മോശമാണ് കേട്ടോ. ഇതൊക്കെയാണ് കണ്ടോ എന്തിനാ ഓനെ പേടിപ്പിക്കണത്? അത് എന്നിട്ട് ഈ ആളെയാണ് പറയണത് ഓനക്ക് എന്താ വിഷമമാണ് സങ്കടമാണെന്ന്. കുരുത്തക്കേട് കെട്ടി നടക്കുകയാണ്. 2 മാസം എന്നെ താങ്ങണം. സ്കൂള് പൂട്ടേണ്ട 2 മാസമൊക്കെ എന്നൊക്കെ താങ്ങണമെന്ന് ആലോചിക്കുമ്പോഴേ ഇനിയിപ്പോൾ സ്കൂള് പൂട്ടുകയായി വല്ലാത്ത സായിക്കുട്ടി. പക്ഷെ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഹെൽപ്പിനൊക്കെ സായിക്കുട്ടി വീട്ടിലുണ്ടെങ്കിൽ നല്ല സുഖമാണ് അല്ലേ സായിക്കുട്ടിയെ അല്ലേ? അതാ എന്താ അത് ഇത് നമ്മളെ ഇന്നുമോളുടെ ബുക്കുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ കൊടുക്കാൻ ഇവിടെ വെച്ചിരുന്നായിരുന്നു. ഇതുവരെ എടുത്തുകൊണ്ടിട്ടില്ല. സായിക്കുട്ടി ഒന്ന് വന്നേടാ. ഇത് ഇന്നുമോളെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരുന്ന ബുക്കാണ്. ഞാനിത് ഇന്നുമോൾ ഉണ്ടാകുമ്പോൾ തന്നെ ഏതെങ്കിലും ആക്രിക്കാർക്ക് കൊടുത്തു നോക്കടാ പറഞ്ഞു. അപ്പോൾ എല്ലല്ലോ എൻ്റെ ബുക്കെല്ലാം അവിടെ വേണം പറഞ്ഞിരുന്ന. ഇപ്പോൾ ആൾക്ക് അതാ ആ ഡ്രമ്മിൻ്റെ മുകളിൽ വെച്ചു. ഇപ്പോൾ ആൾക്ക് സെൻറ്റിമെൻറ്റ്സും ഇല്ല ഒന്നുമില്ല. ഇപ്പോൾ ജോലിൻ്റെ ഇടയിൽ തലകുത്തി നിൽക്കുന്ന കാരണം കൊണ്ട് ഇന്നുമോൾക്ക് ഇപ്പോൾ ബുക്സിനോട് സെൻറ്റിമെൻറ്റ്സ് ഇല്ല. അപ്പോൾ എനിക്കിപ്പോൾ ആക്രിക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനൊന്നും വയ്യ. ഇത് ഇന്നുമോളുടെ ബുക്കുകളൊക്കെ ഇനിയിപ്പോൾ ഇവിടുത്തെ ഹോംവർക്ക് കൊടുത്തിട്ട് വിറ്റോളും. ഇത് സെഞ്ചുറി കൊണ്ടുപോയേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരോ ബാർവെൽ OTG കേട്ടോ. ഇത് 48 ലിറ്റേഴ്സിൻ്റെയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് എന്നാണ് ഒരു OTG ഞാനിത് വാങ്ങിക്കണം എന്നൊക്കെ വാങ്ങിക്കാൻ ചിലപ്പോൾ എനിക്ക് പറ്റും. പക്ഷേ എനിക്കിത് ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ അയച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം എനിക്ക് അവർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTG അയച്ചു തന്നു. ഒരുപാട് കാലത്തെ ഒരു ഭയങ്കര സ്വപ്നമാണ് കേട്ടോ. നമ്മളത് ഒരുപാട് കൂട്ടുകാർ ഇതിൻ്റെ റിവ്യൂ ചെയ്യൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നമ്മൾ കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വാങ്ങിക്കേണ്ട സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ അഗാരോൻ്റെ OTG. ഇത് ഞാനും വാങ്ങിച്ചിരുന്ന സമയത്ത് ഞാൻ ഇത് അഗാരോൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചിരുന്ന സമയത്ത് ഇതിന് 8,999 ആയിരുന്നു. പക്ഷെ പിന്നീട് ഞാനിത് നോക്കിയപ്പോൾ 7,999 രൂപക്ക് ഇപ്പോൾ ഇത് ഇങ്ങനെ ആമസോണിൽ എന്താ വില എന്ന് എനിക്കറിയില്ല. പക്ഷേ അഗാരോൻ്റെ വെബ്സൈറ്റിൽ ഇതിലിപ്പോൾ 7,999 രൂപ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പൈസ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ വേഗം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ ഒരു ബാർബിക്യൂ ഗ്രിൽ റാക്ക് കിട്ടും കേട്ടോ. നമുക്ക് ചിക്കനൊക്കെ നല്ല ബാർബിക്യൂ ചെയ്തിട്ടൊക്കെ ചിക്കൻ ഉണ്ടാക്കാനൊക്കെ ഇത് അടിപൊളിയായിട്ട് യൂസ് ആക്കാം. പിന്നെ ഇതുപോലത്തെ ഒരു ബേക്ക് പാൻ കിട്ടും. പിന്നെ ഇതുപോലത്തെ ഒരു ഹാൻഡിലും കിട്ടും കേട്ടോ. നമുക്ക് ബേക്ക് പാനൊക്കെ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈയൊന്നും പൊള്ളാതെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഹാൻഡിലും കിട്ടും. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഈ ചിക്കനെ ഇങ്ങനെ കുത്തിയിട്ട് ചിക്കൻ ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് കുക്ക് ചെയ്യൂലേ ആ ഒരു സാധനം. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു റോട്ടിസറി ഹാൻഡിലും കിട്ടും കേട്ടോ. ഈ ഒരു സാധനം നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം. പിന്നെ നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോൾ ഇതെന്തിനാ യൂസ് ആക്കാതെ എന്ത് സംശയം വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം സംശയം തീർത്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു യൂസർ മാനുവൽ ബുക്കും കിട്ടും. പിന്നെ ഈ ഒരു OTGക്ക് നമുക്ക് 1 വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നമ്മളെ വാറണ്ടി നമുക്ക് സെറ്റിലാക്കാം. നമുക്ക് ഇതിൻ്റെ ഈ ഒരു സംഭവം പറയാം കേട്ടോ. ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് ഓഫാണ്, ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് കൺവെക്ഷനാണ്.
പിന്നെ ഇതാ ഇത് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോട്ടിസറി ഇല്ലേ, നമ്മൾ ചിക്കൻ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങൂലേ, ആ ഒരു സംഭവം കേട്ടോ. പിന്നെ ഇതാ ഇത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടിസറി കൺവെക്ഷൻ ആണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സാധനം ഇതിൻ്റെ ഈ നമ്മൾ ഈ ടെമ്പറേച്ചർ ഇല്ലേ, ടെമ്പറേച്ചർ 100-120 വെച്ചിട്ട് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ സെറ്റാക്കുന്നതാണ് ഈ ഒരു സാധനം. പിന്നെ ഈ ഒരു സാധനം ഇത് ഹീറ്റ് അവിടുന്ന് ഇത് ഹീറ്റ് കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇതിന് മുകളിൽ നിങ്ങളുടെ താഴത്തേക്കാണ് ഹീറ്റ്. പിന്നെ ഇതാ ഈ ഒരു ഇതിൽ താഴത്തുനിന്ന് മാത്രമേ ഹീറ്റ് വരുന്നത്. ഈ ഒരു സാധനം ഇതിപ്പോൾ ഇങ്ങോട്ട് ഈ ഒരു സാധനം ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് ആ മുകളിലത്തെ സൈഡിൽ നിന്നും താഴത്തെ സൈഡിൽ നിന്നും ഹീറ്റ് വരും എന്നുള്ളത്. സോറി, ഇത് ഓഫാണ് കേട്ടോ. പിന്നെ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ സമയം നമുക്ക് എത്ര വേണോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു സാധനമാണിത് കേട്ടോ. ഇത്രയാണ് നമ്മളെ OTGൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഇനി നമുക്ക് OTGയിൽ എന്തെങ്കിലും നല്ലൊരു അടിപൊളി ഫുഡ് ഉണ്ടാക്കാം. നമുക്കിന്ന് നമ്മൾ OTGയിൽ നമുക്കൊരു എന്താ പറയുക പാൽപ്പത്തിരി ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു യൂട്യൂബിൽ ഒരു റെസിപ്പി കണ്ടതാണ്. അപ്പോൾ നമുക്കിന്ന് ഇങ്ങനെ ബേക്ക് ചെയ്തിട്ട് ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പാൻ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടി നമ്മൾ 2 മുട്ട, ഉപ്പ്, മൈദ, വെള്ളം, ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് ആവശ്യമുള്ളത് കേട്ടോ. നമ്മൾ ഈ ഇങ്ങനെ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തിന്നായിട്ടുള്ള ദോശ ഇങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കേക്ക് ലാസ്റ്റ് വരുമ്പോഴേ നല്ല ഇങ്ങനെ എന്താ പറയുക വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോണ രീതിക്ക് അങ്ങനെ കിട്ടും കേട്ടോ. എൻ്റെ പാൻ കേക്ക് കുറച്ച് എന്താ പറയുക കട്ടിയുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സംഭവം ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 4 മുട്ട, പിന്നെ 2 ഗ്ലാസ് പാല്, ഇച്ചിരി ഉപ്പ്, പഞ്ചസാര, ഏലക്ക. ഈ പഞ്ചസാര കുറച്ച് നിങ്ങളെ മധുരത്തിനനുസരിച്ച് കുറച്ച് കൂടുതലിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നല്ല മധുരം ഉണ്ടാവും ആ ഒരു കേക്കിന്. പിന്നെ നമുക്ക് എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ബദാം എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മളിത് മാറ്റി വെച്ചിട്ട് ബാക്കി വന്ന ഈ നെയ്യ് ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു മാവിൽ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റൗ അവിടെ സൈഡിൽ കത്തുന്നുണ്ട്. ഞാൻ ഇത്ര നേരം ഇത് കണ്ടിട്ടുണ്ടായില്ല, കാരണം ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര വെളിച്ചമാണ്. അപ്പോൾ വെളിച്ചമാകുമ്പോൾ നമ്മളെ സ്റ്റൗവ് കണ്ടോ, എൻ്റെ ഒരു സ്റ്റൗവ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ പാന് വെക്കുന്നു, നമ്മളുണ്ടാക്കിയ ആ ഒരു ബാറ്ററി ഒഴിക്കുന്നു. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് വരണം കേട്ടോ. എൻ്റെ സ്റ്റൗവ് കത്തുന്നത് ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ, ഞാനത് ലാസ്റ്റാണത് കണ്ടത്. പഠിച്ച സാഹചര്യം ഞാനതിൻ്റെ മുകളിൽ കയ്യും ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. നമ്മൾ നല്ല ഈ വീഡിയോ എടുക്കുമ്പോഴേ ഒരു 3-4 ലൈറ്റ് ഞാൻ കത്തിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൗവ് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ ഈ ബദാം ഉണ്ടല്ലോ പൊടിച്ച് മിക്സിയിലിട്ടോ, അങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ അതും കൂടി ഈ കേക്കിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ പാൽപ്പത്തിൻ്റെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ബേക്ക് ചെയ്യാം കേട്ടോ. എത്ര സമയത്തിൽ ഞാനത് ചെയ്തെന്നറിയോ, ആകെ വേർത്തൊലിച്ചു. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. ആദ്യം ഞാൻ നമ്മളെ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ബേക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല, ഞാനും പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 20 മിനിറ്റ്സ് ഞാനത് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഈ ഒരു കേക്ക് ടിന് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് സമൂസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ബേക്ക് ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചു. നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കണ്ടല്ലോ. അപ്പോൾ 2 സൈഡിൽ ഞാൻ സമൂസൻ്റെ നെയ്യ് തൂവി കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ സമോസ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 in 1 ആയിട്ട് വെക്കാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ നമുക്ക് സമോസയും വെച്ച് കൊടുക്കാവേ. ഇനി നമുക്കിതിൻ്റെ ഹീറ്റ് ശരിയാക്കാം കേട്ടോ. 120 ഡിഗ്രി ചൂടാണ് വെച്ചിരിക്കുന്നത്. അടുത്ത് മേലും ഹീറ്റ് വരുന്ന രീതിക്കാണ്, താഴെ മുകളിലും ഹീറ്റ് വരുന്ന രീതിക്കാണ് വെച്ചിരിക്കുന്നത്. സമയം നമുക്കൊരു 20 മിനിറ്റ്സും വെക്കാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 3/4 മണിക്കൂറായപ്പോൾ നമ്മളെ സമോസയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നമ്മളെ സമോസ നല്ല ക്രിസ്പി ആയിട്ടൊക്കെയുണ്ടോ, അതും പുറം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവുമല്ലോ നോക്കാം നമുക്കിനി. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടേ നമ്മളിത് ചൂടാറിയ ശേഷം നമ്മളിത് മൈൽഡ് സോപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഊരിയെടുക്കാൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളും നമുക്കിത് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ച് ഉണക്കി സൂക്ഷിക്കുക കേട്ടോ. പിന്നെ ഓവൻ്റെ ഉള്ളിൽ നമ്മൾ ചിക്കനൊന്നും പൊരിച്ചിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് ഇങ്ങനെ നെയ്യും എണ്ണയും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും മൈൽഡായി സോപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഇതാ തുടച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഇത് തുടച്ച് വൃത്തിയാക്കാൻ പറ്റില്ല. പിന്നെ ഓവൻ എപ്പോഴും തുടച്ച് ഡ്രൈ ആയിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാം.
പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് ഞാനൊരു സായക്കുട്ടിയൊക്കെ നോമ്പ് തുറന്നു കേട്ടോ. നമ്മുടെ മിൽക്ക് കേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് എന്താ പറയുക മിൽക്ക് കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും. ഓവനിപ്പോൾ 7,999 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയുക കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.